ബ്രിട്ടനിൽ വോട്ടെടുപ്പ് പുരോഗമിക്കുകയാണ്. ടോറികൾക്ക് തുടർഭരണം ലഭിക്കുമോ അതോ ലേബർ പാർട്ടി അട്ടിമറി വിജയം നേടുമോ എന്നറിയാൻ മണിക്കൂറുകൾ മാത്രം. ലണ്ടനിൽ നിന്നും ഷൈമോൻ തോട്ടുങ്കൽ തയ്യാറാക്കിയ റിപ്പോർട്ട്. ജനാധിപത്യത്തിന്റെ ഈറ്റിലമായ ബ്രിട്ടനിൽ ഇന്ന് പൊതു തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. രാവിലെ 7 മണിക്ക് ആരംഭിച്ച് വൈകിട്ട് 10 മണിക്ക് അവസാനിക്കുന്ന രീതിയിലാണ് ഇവിടെ പോളിംഗ് നടപടികൾ ക്രമീകരിച്ചിരിക്കുന്നത്. 1945 ശേഷം ബ്രിട്ടനിൽ ചൂടുകാലമായ ജൂലൈ മാസത്തിൽ നടക്കുന്ന ആദ്യ തെരഞ്ഞെടുപ്പ് എന്ന പ്രത്യേകതയും ആദ്യമായി വോട്ടർമാർ ഐഡിയുമായി വന്ന് വോട്ട് രേഖപ്പെടുത്തണം എന്നുള്ള നിബന്ധന ഏർപ്പെടുത്തിയ ആദ്യ പൊതു തെരഞ്ഞെടുപ്പ് എന്ന പ്രത്യേകതയും ഈ തെരഞ്ഞെടുപ്പിനുണ്ട്. 14 വർഷത്തെ കൺസർവേറ്റീവ് പാർട്ടിയുടെ തുടർ ഭരണത്തിന് അന്ത്യം കുറിക്കുമോ എന്നതും കാലാവധി പൂർത്തിയാകുന്നതിന് മുമ്പ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച പ്രധാനമന്ത്രിയും ഇന്ത്യൻ വംശജനുമായ ഋഷി സുനാക് തിരികെ എത്തുമോ എന്നും ഏവരും ഉറ്റുനോക്കുന്ന ഈ തെരഞ്ഞെടുപ്പിൽ 650 എംപിമാരെയാണ് തെരഞ്ഞെടുക്കേണ്ടത്. 326 സീറ്റുകളാണ് കേവല ഭൂരിപക്ഷത്തിന് ആവശ്യമുള്ളത്. ഇന്ത്യൻ വംശജരായ നിരവധി പേർ വിവിധ പാർട്ടികളെ പ്രതിനിധീകരിച്ച് മത്സര രംഗത്തുണ്ടെങ്കിലും 3 ലക്ഷത്തോളം വരുന്ന മലയാളികളിൽ ഭൂരിഭാഗവും ബ്രിട്ടനിലേക്ക് മലയാളി കുടിയേറ്റത്തിന് വാതിൽ തുറന്ന മുൻ പ്രധാനമന്ത്രി ടോണി ബ്ലെയറിന്റെ സ്വാധീനത്തിൽ 2 പതിറ്റാണ്ടോളമായി മുഖ്യ പ്രതിപക്ഷമായ ലേബർ പാർട്ടിയാണ് പിന്തുണയ്ക്കുന്നത്. ലണ്ടൻ അടുത്തുള്ള ആഷ്ഫോർഡ് മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് മലയാളി നേഴ്സ് സോജൻ ജോസഫ് ലേബർ പാർട്ടി പ്രതിനിധിയായി ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു എന്നതും പ്രത്യേകതയാണ്. കഴിഞ്ഞ മെയ് മാസത്തിൽ നടന്ന പ്രാദേശിക കൌൺസിൽ തെരഞ്ഞെടുപ്പുകളിലും കനത്ത തിരിച്ചടി ഏറ്റുവാങ്ങേണ്ടി വന്നെങ്കിലും നാണയപ്പെരുപ്പവും വിലക്കയറ്റവും ഇന്ധനവിലയുമൊക്കെ കൈപ്പിടിയിൽ ഒതുങ്ങിയ സാഹചര്യത്തിൽ ജനങ്ങൾ തങ്ങളോടൊപ്പം നിൽക്കുമെന്ന പ്രതീക്ഷയിലാണ് പ്രധാനമന്ത്രി ഋഷി സുനാകും പാർട്ടിയും. വോട്ടെടുപ്പ് പൂർത്തിയാകുന്ന 10 മണിക്ക് ശേഷം ഉടൻ തന്നെ കൌണ്ടിംഗ് തുടങ്ങുന്നതിനാൽ രാത്രി വൈകി തന്നെ ആദ്യ ഫലസൂചനകൾ പുറത്തുവരും. ഇംഗ്ലണ്ടിലെ ന്യൂകാസ്റ്റലിനടുത്തുള്ള വെസ്റ്റർ ഹോപ്പിലെ ഒരു പോളിംഗ് സ്റ്റേഷന് മുമ്പിൽ നിന്നും ഏഷ്യാനെറ്റ് ന്യൂസിനു വേണ്ടി ഷൈമോൻ തോട്ടുങ്കൽ.